അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സമയത്ത് വളരെ ട്രെൻഡിംഗ് ആയി നിന്നിരുന്ന ടീല ജെങ്കിൻസിന്റെ ദ 7 ഹസ്ബൻഡ്സ് ഓഫ് എവ്ലിൻ ഹ്യൂഗോ എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയാണ്. ഈ ഒരു കഥ തുടങ്ങുമ്പോൾ ഹോളിവുഡിൽ ഒരു കാലഘട്ടത്തിൽ വളരെയധികം തിളങ്ങി നിന്നിരുന്ന ഒരു ആക്ട്രസ് ആയിട്ടുള്ള എവ്ലിൻ ഹ്യൂഗോ പുള്ളിക്കാരിയുടെ ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പുള്ളിക്കാരിയാണെങ്കിൽ സെലക്ട് ചെയ്യുന്നത് മുണീക്ക് എന്ന് പറയുന്ന ഒരു മാഗസീൻ്റെ റൈറ്ററാണ്. ആളുകളൊക്കെ സംശയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടീനെ ഈ ഒരു സ്ത്രീ സെലക്ട് ചെയ്തത്. കാരണം ഇത്രയും വലിയൊരു സ്റ്റാർ ആയിരുന്ന ഒരു സ്ത്രീ ഇതുവരെയും തന്റെ ലൈഫ് സ്റ്റോറി എവിടെയും പറഞ്ഞിട്ടില്ല. ആ ഒരു സമയത്ത് ഈ മുണീക്കിനെ പോലെ ഒരു റൈറ്റർ എന്തുകൊണ്ട് പുള്ളിക്കാരി സെലക്ട് ചെയ്തു എന്നുള്ള സംശയമുണ്ട്. മുണീക്കിനെ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരി ഒരു ഫീൽഡിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഡിവോഴ്സ് പീരീഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എവ്ലിൻ ഹ്യൂഗോ അവളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞു തുടങ്ങുകയാണ്. അവളുടെ കുട്ടിക്കാലം, അവളുടെ അമ്മയുടെ മരണം, അബ്യൂസീവ് ആയിട്ടുള്ള ഫാദർ, എന്തുകൊണ്ടാണ് ഒരു ആക്ട്രസ് ആവാൻ വേണ്ടി അവൾ തീരുമാനിച്ചത്, എങ്ങനെയാണ് ഹോളിവുഡിൽ എത്തപ്പെട്ടത്, എന്തൊക്കെ നുണകളും എന്തൊക്കെ കാര്യങ്ങളുമാണ് പുള്ളിക്കാരി ഒരു ഫീൽഡിൽ നിലനിന്ന് പോകാൻ വേണ്ടി പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതും, എന്തുകൊണ്ടാണ് ഈ 7 പേരെ അവൾക്ക് വിവാഹം കഴിക്കേണ്ടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പോരാതെ ഹാരി എന്ന് പറയുന്ന പ്രൊഡ്യൂസറുമായിട്ടുള്ള അവളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, സെലി എന്ന് പറയുന്ന ഒരു ടാലന്റഡ് ആക്ട്രസുമായിട്ടുള്ള പുള്ളിക്കാരുടെ ഒരു റിലേഷൻഷിപ്പ്, ഇതൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒടുവില് എന്തുകൊണ്ടാണ് മുണീക്കിനെ അവൾ ഒരു ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്തതെന്നും തന്റെ ബയോഗ്രാഫി പബ്ലിഷ് ചെയ്യാനുള്ള ഫുൾ റൈറ്റ്സും പുള്ളിക്കാരിക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ട്വിസ്റ്റുകളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു പുസ്തകം വായിക്കാൻ കയ്യിലെടുക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. വളരെ ഈസി ആയിട്ട്, വലിയ ലാഗിങ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഈസി ആയിട്ട് റീഡ് ചെയ്ത് പോവാം. എനിക്ക് ആ കൂടി ഒരു പുസ്തകത്തിൽ വളരെ എൻഗേജിംഗ് ആയി തോന്നിയത് എന്തുകൊണ്ട് മുണീക്കിനെ പുള്ളിക്കാരി ഈ ഒരു ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അത് അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്. അതല്ലാതെ വലിയ വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ പുസ്തകമാണ്. വളരെ ഈസി ആയിട്ട് റീഡ് ചെയ്ത് പോവാം. വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വായിച്ചു നോക്കാവുന്നതാണ്.